കൊള്ളാം അല്ലേ? ബിൽഡിംഗ് ഒക്കെ നല്ല ഒറിജിനൽ ഫീലിങ്സ്. അതെ, അടിപൊളി. ഇത് കണ്ടാ പറയോ അല്ലേ? വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് കണ്ടാ പറയോ, കണ്ടൊക്കെ പറയുമെന്ന്. പക്ഷെ ഇത് കണ്ടാ പറയില്ല ഒറിജിനൽ അല്ലാന്ന്. അല്ല, ലൈക്ക് ആക്ച്വലി റിയാലിറ്റിയിൽ നമ്മളിത് ഒരിക്കലും ഒറിജിനൽ അല്ലെന്ന് പറയില്ല. കാരണം നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഒരു ഒറിജിനൽ ബിൽഡിംഗ് എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ അകത്തെന്താന്ന് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും പുറമെ. അതെ. പിന്നെ നമ്മൾ അകത്ത് കണ്ടായിരുന്നല്ലോ ഓരോ സെറ്റ് കിട്ടത്. നമ്മളാ മഹാഭാരതം സ്റ്റൈൽ സെറ്റ് ഒക്കെ കണ്ടില്ലേ? അത് ആക്ച്വലി ചിലത് ഇന്റീരിയർ തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞു. ഇനി എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ. നമ്മൾ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ പോവുകയാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഹൈദരാബാദ് ആണല്ലേ? ഈ റീസെന്റ് ആയിട്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കില്ലേ, അത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതാണ്. എൻ്റയർലി അതിന്റെ മുഖമൊക്കെ അങ്ങ് മാറിയിരിക്കുന്ന പോലെ. അത് ഇതേപോലെയുള്ള ഫിലിം സെറ്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതാ. നമ്മൾ ആ കഴിഞ്ഞ ദിവസം കണ്ട സിനിമ ഏതായിരുന്നു? അത് തന്നെ, ആ ഹിന്ദി സിനിമ. ഇതിന്റെ പേരെന്തുവായിരുന്നു? നായിക മലയാളിയായിട്ട്. എനിക്ക് മനസ്സിലായി, എന്റെ പേര് മറന്നു, ഓർക്കുന്നുണ്ടോ? പേര് എന്താ, പരംസുന്ദരി. ഓക്കെ ഓക്കെ ഓക്കെ. ആ സിനിമയിലെ നായിക മലയാളിയായിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഹിന്ദി നടിയാണ്. മലയാളമൊക്കെ പറയണത് തപ്പി തപ്പിയാണ്. ഞങ്ങൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിക്കണ്ട. എയർപോർട്ടിലേക്ക് എത്തിയ സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇല്ലേ? എങ്ങനെയുണ്ട് എയർപോർട്ട്? ഇത് അവിടെ തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ. അതാണ്, ഇത് ന്യൂജൻ എയർപോർട്ടാണ്. ഫ്രണ്ടിൽ തട്ടുകട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി അതിന്റെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ നമുക്ക് ഈ വിമാനത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാണാം. അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്, വിമാനത്തിനുള്ളിൽ വെച്ച് ഓരോ കാര്യങ്ങളൊക്കെ നടക്കില്ലേ, അതിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ ശരിക്കും അത് ഈ പ്ലെയിന്റെ ഉള്ളിലല്ല അത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സെറ്റ് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സെറ്റ് വേറെ ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനമാണെങ്കിലും കണ്ട ആൾക്കാർ ഇരിക്കുന്ന ലോബിയൊക്കെ കണ്ട, ഇൻഡിഗോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ബസ് സ്റ്റേഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ ഇൻഡിഗോയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ത്യയിലേക്ക് പോവുകയാണ്. നീ വരുന്നില്ലേ? അതെ അതെ. ആക്ച്വലി നമ്മൾ ഇതിനകത്ത് കോക്പിറ്റ് കണ്ടില്ല. നമ്മൾ ആകെ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സീറ്റ് ചെയ്യുന്ന സ്ഥലമില്ലേ, നമ്മൾ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. കോക്പിറ്റ് നമ്മൾ കണ്ടില്ല. ആവശ്യമില്ലല്ലോ. ഷൂട്ടിങ്ങിന്റെ ഇതിന് ആ ഒരു ആംബിയൻസ് എയർപോർട്ടിന്റെ ആണെന്ന് മനസ്സിലാകണം. നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണെന്നുള്ളത് കാണികൾക്ക് മനസ്സിലാവണം അല്ലെ? ഇത് കൂടുതൽ ഫുൾ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളെ പോലെ വ്ലോഗ് എടുത്ത് നടക്കുന്ന ആൾക്കാരല്ലല്ലോ സിനിമ. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റ് നമ്പർ 321 XJ. കുറെ കുഞ്ഞു കുട്ടികൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. അവർക്ക് ഭയങ്കര എന്റർടൈൻമെന്റാ. പക്ഷെ നമ്മൾ ഇത് നടന്ന് ഒരു അവസാനമായിട്ട് ഭയങ്കര മടുത്തു പോയി. കാരണം ഇത്രയും ദൂരം നടക്കും, ഈ വെയിലും ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ. എന്തായാലും ഗൈസ്, വെള്ളം കൊടയും കരുതാതെ ഈ ഭാഗത്തേക്കേ പോകരുത്. കണ്ടത് നമ്മൾ പ്ലെയിനിന്റെ ഉള്ളിലേക്ക് കയറി. ഒരു യഥാർത്ഥ വിമാനം പോലെ തന്നെയാണ് സീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഇവര് ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. കണ്ടില്ലേ? ആക്ച്വലി ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. കാരണം ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ നമുക്ക് ഫീഡർ ബസ് ഉണ്ടെങ്കിലും കുറെ നടക്കാനുണ്ട് മച്ചാമാരെ. കുറെ അതിന്റെ ഉള്ളിലും ഒരു ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടെങ്കിൽ നല്ലതാ. ഈ നമുക്ക് ഈ ലുലുവിന്റെ ഉള്ളിലൊക്കെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇലക്ട്രിക് വണ്ടി ഇങ്ങനെ ചെറിയ ഏരിയാസ് ഒക്കെ കവർ ചെയ്യാൻ പാകത്തിന്. അങ്ങനെ നമ്മൾ വിമാനമൊക്കെ കണ്ട്, വിമാനത്തിന്റെ ഉള്ളിലൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കണ്ട ഇവിടെ വെച്ച് നമ്മൾ ആ ഒറീസയിൽ നിന്ന് കണ്ട സുഹൃത്തുക്കളൊക്കെ വഴി പിരിഞ്ഞ് പോയിട്ടോ. അവർ വേറെ ബസ്സിൽ കയറി പോയി. ഓർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം, ബട്ടർഫ്ലൈ മ്യൂസിയം.